നമ്മെപ്പോലുള്ള എല്ലാ സംരംഭകർക്കും അല്ലാത്തവർക്കും ഒരു ദിവസം എന്നത് 24 മണിക്കൂർ മാത്രമാണെന്ന് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ ദിവസത്തിൽ ആര് വിജയിക്കും ആര് തോൽക്കുമെന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. നമസ്കാരം, സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് സമയമല്ല, നമ്മൾ തന്നെയാണ് എന്നതാണ് ആദ്യമായി പറയാനുള്ളത്. കാലപ്രവാഹം ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത്. ചിലർ സെക്കൻഡുകളുടെ കണക്ക് പുസ്തകമായി ജീവിക്കുന്നു, മറ്റു ചിലർ കാലത്തിൻ്റെ ഒഴുക്കിന് സ്വയം വിട്ടുകൊടുക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 2 സംരംഭകരുടെ കഥയാണ്. നിങ്ങളെക്കുറിച്ചുള്ള കഥ തന്നെയാണ്. ആദ്യത്തെ ആളെ നോക്കൂ. ദിവസവും രാവിലെ അലാറം മുഴങ്ങും മുമ്പേ എഴുന്നേൽക്കും. ടു ഡു ലിസ്റ്റ്, ഷെഡ്യൂൾ, പ്ലാനർ, റിമൈൻഡർ എക്സെട്ര. ജീവിതം അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ്വെയർ പോലെയാണ്. എറർ വരാൻ പാടില്ല, ഡിലേ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഒരു സുഹൃത്ത് അപ്രതീക്ഷിതമായി വാതിൽ തട്ടിയാൽ സ്ട്രെസ്, ഇറിറ്റേഷൻ, ആങ്കർ. കാരണം ഇവർ എൻ്റെ ഇന്നത്തെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല. അവിടെ സമയം കൃത്യമാണ്, പക്ഷേ മനുഷ്യബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ആളെ നോക്കൂ. വൈകി എഴുന്നേൽക്കും. ചായ, പത്രം, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയിൽ വളരെയധികം സമയം ചിലവഴിക്കും. 11 മണിയാകുമ്പോൾ ജോലി തുടങ്ങും. എല്ലാവർക്കും സമയം വിട്ടു നൽകും. എല്ലാ കാര്യത്തിനും പിന്നെ ചെയ്യാമെന്ന ഒരു അലസ മനോഭാവമുണ്ട്. ഇയാളുടെ ബന്ധങ്ങൾ സുന്ദരം, പക്ഷേ ജീവിതം ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. ഡ്രീംസ് ഉണ്ട്, ഡിസിപ്ലിൻ ഇല്ല. ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം ഇതാണ്: ഇവരിൽ ആര് വിജയിച്ചു? ഉത്തരം ലളിതമാണ്: ആരും വിജയിച്ചില്ല. കാരണം ലൈഫ് ഈസ് നോട്ട് ബീയിങ് too strict. Life is not about being too lazy. Life is about the balance. എൻ്റർപ്രണർ ആയാലും സ്റ്റുഡൻ്റ് ആയാലും ലീഡർ ആയാലും നിങ്ങൾക്ക് വേണം പ്ലാൻ പ്ലസ് ഫ്ലെക്സിബിലിറ്റി, ഡിസിപ്ലിൻ പ്ലസ് കമ്പാഷൻ, ഗോൾ പ്ലസ് റിലേഷൻഷിപ്സ്. ഒരു മഹാനായ ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു കേൾക്കൂ: കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനായി നാം ചെലവിടുന്ന ഒരു നിമിഷവും ജീവിതത്തിൽ നമുക്ക് 1 മണിക്കൂർ നേടിത്തരുന്നു. അത് അർത്ഥമാക്കുന്നത് പ്ലാനിങ് ഗിവ്സ് യു ടൈം, ബട്ട് ലവ് ഗിവ്സ് യു ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് എന്ത് ചെയ്യണം? യെസ് എന്നാണെങ്കിൽ നല്ലൊരു ഷെഡ്യൂൾ വേണം. നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻ വേണം. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ ടൈം കൊടുക്കാൻ സാധിക്കണം. ഇതാകട്ടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടപാടുകാർക്കും ആരോഗ്യത്തിനും മനസ്സിനും സമയം കൊടുക്കാൻ സാധിക്കണം. കാരണം പ്രോഫിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് പീസ് ഈസ് പ്രൈസ്ലെസ്. അവസാനമായി പറയാനുള്ളത് ഇതാണ്: സമയത്തെ നിയന്ത്രിക്കൂ, പക്ഷേ മനുഷ്യരെ അവഗണിക്കരുത്. ലക്ഷ്യം പിന്തുടരൂ, പക്ഷേ ബന്ധങ്ങൾ തകർക്കരുത്. കാരണം ട്രൂ സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് അച്ചീവിങ് ഗോൾസ്. True success is enjoying the journey with people you love.